നമസ്കാരം. ഇതാണാടെ നിങ്ങളുടെ ഹീറോ. കൊങ്ങി സുഡാപ്പി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മാങ്ങാണ്ടി മുങ്ങിയത്രേ. തെറ്റ് ചെയ്യാത്ത ഒരുത്തൻ എന്തിനാണ് മുങ്ങിയത്? ഈ സമൂഹത്തിന്റെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് അവൻ പറയണ്ടേ, ഞാൻ ഒരിടത്തും ഒളിച്ചോടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഈ നിയമത്തിന്റെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ആ പരാതിയെ ഞാൻ നേരിടുമെന്ന് പറയുന്നതല്ലേ ഒരു ഹീറോയുടെ ഏറ്റവും നല്ല അന്തസ്സായിട്ടുള്ള പ്രവർത്തനം. പക്ഷേ വാചാടോപം കൊണ്ട് കളിക്കുന്നവർ, ഡയലോഗടി വീരന്മാർ ഇങ്ങനെയാണ്. ഡയലോഗടിക്ക് ഒരു കുറവും ഉണ്ടാകില്ല. പക്ഷേ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് തലയിൽ മുണ്ടിട്ടോടുന്നവരെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഷാജം മറുതയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലൊരു പരാതി വന്നപ്പോൾ ഏതോ മാളത്തിൽ പോയി കുറെ കാലം ഒളിച്ചിരുന്നു. അതായത് ഡയലോഗ് അടിക്ക് ഒരു കുറവും ഇല്ലാത്തവന്മാരാണ് ഇവന്മാർ. സാഹചര്യത്തിനനുസരിച്ച് എന്തും ഡയലോഗ് അടിച്ച് നിൽക്കുന്നതിനപ്പുറം ഒരു വിഷയത്തെ നേരിട്ട് നിന്ന് നെഞ്ചും വിരിച്ച് നേരിടാനുള്ള ശേഷിയില്ല. ബാക്കിയൊക്കെ ഡയലോഗ് അടി എന്ന് മനസ്സിലാക്കാനായിട്ട് ഇനിയെങ്കിലും ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സുഡാപ്പി മൗദൂദി ഫാൻസുകാർ മനസ്സിലാക്കുക. കാര്യം ഇപ്പോൾ ഇവന്റെ ഏറ്റവും വലിയ സ്പോൺസർമാർ എന്ന് പറഞ്ഞാൽ സുഡാപ്പി മൗദൂദികളാണ്. കാര്യം ഇടതുപക്ഷത്തിനെതിരെയും പിണറായിക്കെതിരെയും ഞങ്ങളുടെ ആയുധമാക്കി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി അവരുടെ പൊത്തിൽ ഇപ്പോൾ നിലവിൽ ഇവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലൊക്കെ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇവനെ തൂക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും മുങ്ങണേന് മുന്നോടിയായിട്ട് വീണ്ടും ഹീറോ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. അതായത് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും. സത്യം ജയിക്കും. പിന്നെ നീ പറയണതല്ലേ സത്യം. അതായത് ഒരു പെൺകുട്ടിയെ എനിക്ക് ഒരൊറ്റ മിനിറ്റ് മതി, നിന്നെ ഗർഭം ചവിട്ടി കലക്കുമെന്നൊക്കെ പറഞ്ഞത് ഈ നാട്ടിൽ നിയമപരമാണ്. കാര്യം ഇവൻ പ്രത്യേക തറവാടിലൊക്കെ ജനിച്ചവരാണല്ലോ. പഴയ ഞങ്ങളുടെ തമ്പ്രാക്കന്മാരൊക്കെ ഇങ്ങനെ കാട്ടിയതൊന്നും നിയമവിരുദ്ധമല്ല. അതൊക്കെ ഞങ്ങളുടെ ഈ നാട്ടിലെ പ്രിവിലേജാണ്. അതായത് ഗർഭഛിദ്രം നിർബന്ധിച്ച് നടത്തിക്കുക, വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുക, ഇതിനൊക്കെ കുറ്റമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഒരു പെൺകുട്ടിയെ കൊന്നുകളയുമെന്നുള്ള ഭീഷണി, നിന്റെ ഗർഭം കലക്കിയില്ലെങ്കിൽ നിന്റെ വയറ് ചവിട്ടി കലക്കുമെന്നുള്ള ഭീഷണി, ഈ കൊലവിളിയൊക്കെ നടത്തിയത് ഇവനെ സംബന്ധിക്കുന്നിടത്തോളം അത് ഈ തമ്പ്രാൻ കുടുംബങ്ങളിലോ സവർണതയുള്ളത് കൊണ്ടും ജാതിവാലുള്ളത് കൊണ്ടും ഈ ജാതിവാലുള്ളവരെല്ലാം എന്നെ ന്യായീകരിക്കാനും കുറച്ച് സുഡാപ്പികൾ ഫണ്ട് ചെയ്യാനും ഉള്ളത് കൊണ്ട് ഞാൻ സൂപ്പർ ഹീറോയാണ്, നിയമത്തിന് അതീതനെന്നാണ് വിചാരിക്കുന്നത്. ആ അതീതനെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. അപ്പോഴേ ഇവൻ തലയിൽ മുണ്ടിട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ ഇവനെക്കുറിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവൻ തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? നിയമത്തിന്റെ മുന്നിൽ പോയി നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി എന്റെ നിരപരാധിത്വം തെളിയിക്കണം. പക്ഷെ ഇതല്ല. നിയമത്തിന്റെ മുന്നിൽ വരാൻ അവന് ധൈര്യമില്ല. അവൻ ഇനി മാളത്തിലിരുന്നു കൊണ്ട് ഇതിനെതിരെ ഗെയിം പ്ലാൻ ഉണ്ടാക്കണം. ഇതിനെ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടി അവൻ എസ്കേപ്പ് അടിക്കണം. അവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ഡയലോഗ് അടിക്കപ്പുറം എന്താണ് ഇവനുള്ള വിശ്വാസ്യത എന്നുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. റീൽസിന്റെ അപ്പുറത്തേക്ക് റിയൽ ലൈഫിലേക്കൊക്കെ വന്നാൽ ഇവനൊക്കെ 5 പൈസയുടെ ധൈര്യമില്ലാതെ ഒരു കേസ് വന്നപ്പോൾ ഞാൻ ഇതുവരെ ഈ നാട്ടിൽ നിയമപരമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, തെറ്റ് ചെയ്യാത്ത വ്യക്തി ഒരു പരാതി വന്നുടനെ എവിടെയെങ്കിലും ഓഫീസും പൂട്ടി ഓടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സുഡാപ്പി മാളത്തിൽ കയറി ഒളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നേ. ആ തെറ്റ് ചെയ്തതിനെ ഇനി രക്ഷിക്കാനായിട്ട് എനിക്ക് എൻ്റെതായ വഴി തേടണ്ടേ? അതിനുവേണ്ടി കൂടിയാലോചനകൾ നടത്താൻ ഈ പേവേർട്ട് അതേ മനോഭാവമുള്ളവരുടെ ഇടയിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും കേരളത്തിൽ കുറെ ദിവസമായി ഫാൻസുകാർ ആഘോഷിച്ചുകൊണ്ടിരുന്ന വ്യക്തി എത്രമാത്രം ധൈര്യശാലിയാണെന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിയെയും അതിൻ്റെ സംവിധാനത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ആ ഒരു പ്രസ്ഥാനത്തെ പോലും സമൂഹത്തിന്റെ മുന്നിൽ നാമാവിശേഷമാക്കിക്കൊണ്ട് ചിതറിച്ചുകൊണ്ട് ഈ നാട്ടിലെ സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനൊരു വിലയുമില്ല എന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരുത്തൻ ഒടുവിൽ ഒരു നാൾ നിയമത്തിന്റെ മുന്നിൽ കുടുങ്ങുമ്പോൾ, ആ കുടുങ്ങുന്നു എന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നലകളിൽ വരെ ഞാൻ ഇനി എൻ്റെ 2 കാലുള്ളിടത്തോളം കാലം പ്രചരണ രംഗത്ത് കാണുമെന്ന് വലിയ വീരവാദം അടിച്ചവൻ ഇനി അവന് പ്രചരണ രംഗത്ത് വരണ്ട, പൊത്തിലൊളിച്ചാ മതി. അപ്പോ പേടിയുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ധൈര്യശാലി എന്ന് പറഞ്ഞാൽ കേവലം ഒരു കേസിന്റെ മുന്നിൽ ചുരുണ്ടുകൂടി മാളത്തിൽ ഒളിക്കുന്ന വെറും ഭീരുവാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയൂ മരക്കഴുതകളെ എന്ന് മാത്രമേ പറയാനുള്ളൂ.